ഇപ്പോൾ വാങ്ങി ഇരട്ടി വാങ്ങാം. ഞാൻ ഈ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനെ കുറിച്ചോ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ചോ ഒന്നല്ല പറയണത്. ഈ സെപ്റ്റംബർ 22-ന് GST റീഫോം വരാൻ പോവുകയാണ്. GST റീഫോം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ GST റീഫോം കൊണ്ട് നമ്മുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മുതൽ ലക്ഷറി ഐറ്റംസിൽ വരെ എല്ലാത്തിലും ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. അത് ഈ സെപ്റ്റംബർ 22-ന് അപ്ലൈ ആവുകയും ചെയ്യും. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററായിട്ടുള്ള നിർമ്മലാജി ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇൻകം ടാക്സ് സ്ലാബിൽ വന്നൊരു ചേഞ്ചാണ്. സോ അത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരെ മാത്രമേ അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയാൻ പറ്റൂ. ഏകദേശം ഒരു 2-3% ആൾക്കാർ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ 25,000 രൂപയെങ്കിലും മാസം വരുമാനമുള്ളവർ. സോ അങ്ങനെയുള്ളവർക്ക് ഈ ഇൻകം ടാക്സ് സ്ലാബ് കൊണ്ട് വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. നേരെ മറിച്ച് ഇപ്പോൾ വന്ന GST റിഫോം കൊണ്ട് 140 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ 140 കോടി ജനങ്ങൾക്കും ഉപകാരമാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം മുതൽ ലക്ഷറി ഐറ്റംസ് പെടുത്തിയ സാധനങ്ങൾ വരെ നമുക്കതിൽ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു വാഹനം, മോട്ടോർ ബൈക്കോ കാറോ അങ്ങനെ എന്തെടുക്കാൻ ഉദ്ദേശിച്ചാലും 28% ഇത്രയും കാലം GST. അതിപ്പോൾ നമുക്ക് അതിലൊരു 10% ഡിസ്കൗണ്ട്, 18% GST. അതേ വലിയ കാര്യം. പിന്നെ നമ്മുടെ AC 28-ന്ന് 18ആയി. ദെൻ പേന, പെൻസില്, എന്തിന് ജിയോമെട്രിക് ബോക്സ് ഇതിന് 12% GST. അതിപ്പോൾ 5%ആയി. ഞാൻ ഈ അടുത്തൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. ആ ഹെൽത്ത് ഇൻഷുറൻസിൽ വരെ 18% GST ഉണ്ടായിരുന്നത്. ഇത്രയും കാലം നമ്മൾ 18% GST അടച്ചാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. ഇനി മുതൽ ഈ സെപ്റ്റംബർ 22 മുതൽ GST അടയ്ക്കണ്ട, ഫ്രീ ആണ്. ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യമാണ്. പക്ഷേ ഇത്രയും GST 18% ഇത്രയും കാലം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് വേറെ എവിടെയും ഇത്രയും GST അല്ലെങ്കിൽ ഇത്രയും ഹെൽത്ത് ഇൻഷുറൻസിന് ടാക്സ് ഉള്ള വേറൊരു രാജ്യമില്ല. ഓരോ സാധനങ്ങളിലും ആ ചേഞ്ച് വരും. ഞാനിപ്പോൾ ഒരു 5-6 സാധനങ്ങൾ പറയാം. ബട്ടർ ആയിക്കോട്ടെ, ചീസ് ആയിക്കോട്ടെ, അതൊക്കെ ഇത്രയും കാലം 12 എന്നുള്ളത് 5ആയി. ദെൻ ഡേറ്റ്സ് ആയിക്കോട്ടെ, മാംഗോസ് ആയിക്കോട്ടെ, അത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ 12 എന്നുള്ളത് 5ആയി. വെജിറ്റബിൾ പ്രോഡക്റ്റ്സ് ഒക്കെ 18 എന്നുള്ള 5ആയി. ഫിഷ് ഫാറ്റ് ഓയിലെല്ലാം 12 എന്നുള്ള 5ആയി. റിഫൈൻഡ് ഷുഗർ ഗുഡ്സ് എല്ലാം 12 എന്നുള്ള 5ആയി. ചോക്ലേറ്റ് ആൻഡ് കൊക്കോ എല്ലാം 18 എന്നുള്ള 5ആയി. ഇത്രയും കാലം ഞാൻ ഇത് അറിഞ്ഞിരുന്നില്ല. നമ്മുടെ പൊറോട്ട അല്ലേ, പൊറോട്ട, അതിന് 18% GST. ഇനി 22 മുതൽ അത് 0ആയി. അപ്പോൾ നമുക്ക് പൊറോട്ട കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇനി 22 മുതൽ പൊറോട്ട കഴിക്കാം. നമ്മുടെ ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ, അതിന് വരെ 18% GST. അപ്പോൾ അത് 5%ആയി. ദെൻ നമ്മളിപ്പോൾ ഇത്രയും വില കുറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റാണ് പറഞ്ഞത്. വില കൂടിയ സാധനമുണ്ട്, പാൻ മസാല. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇവന്മാർ കഴിക്കണത് ചിലപ്പോൾ പാൻ മസാല എന്നൊക്കെ തോന്നും. അത് 28 എന്നുള്ളത് 40ആയി. അതേമാതിരി ടൊബാക്കോ പ്രൊഡക്ട്സ് എല്ലാം 28 എന്നുള്ളത് 40ആയി. ഈ 40 പുതിയൊരു GST സ്ലാബാണ്. സോ ഇങ്ങനെയുള്ളതിന് വില കൂടും. സോ നമുക്കിനി സിഗരറ്റൊക്കെ മേടിച്ച് വെക്കണം, അതേമാതിരി പാൻ മസാലയൊക്കെ വാങ്ങി വെക്കാണ്ടെങ്കിൽ 22-ന് മുമ്പായിട്ട് മേടിച്ച് വെക്കാം. കാരണം അല്ലെങ്കിൽ വില കൂടാൻ പോവുകയാണ്. മറ്റു സാധനങ്ങൾ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വില കുറയും. എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ 22-ന് ശേഷം മാത്രം വാങ്ങാനേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒന്നും തന്ന ഓഫറല്ല. ഓഫർ, ഏറ്റവും ബെസ്റ്റ് ഓഫർ നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ തന്ന ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഓഫറാണ് ഏറ്റവും ബെസ്റ്റ് ഓഫർ.